സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലസ്തീന്റെ അഖണ്ഡതയ്ക്കും വിമോചനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ആഗോള ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഹമാസ് തീവ്രവാദികൾ ഈ കണ്ട കാലം മുഴുവൻ നിലനിന്നത്. പാലസ്തീനിലെ പാവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി അത്തരത്തിൽ ലഭിക്കുന്ന പണം മുഴുവൻ സ്വന്തം പോക്കറ്റിലാക്കി അതുകൊണ്ട് തിന്നുമതിക്കാനും ബാക്കി ബോംബുകളും റോക്കറ്റുകളും തുരങ്കങ്ങളും നിർമ്മിക്കുവാൻ മാത്രമായിരുന്നു അവർ ചെലവാക്കിയത്. അങ്ങനെ ഇസ്രയേലിലെ നിരപരാധികളുടെ പ്രാണനിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ആഗോള ഇസ്ലാമിക രാഷ്ട്രമെന്ന ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന ഇപ്പോൾ ഭൂപരപ്പിൽ നിന്ന് ഏറെക്കുറെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. നിരവധി തവണ പാലസ്തീന്റെ പുറംചട്ട ധരിച്ചെത്തിയ ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ കയറി അവർ നടത്തിയ ആക്രമണത്തിൽ 1200ഓളം ഇസ്രയേലിലെ കൊന്നൊടുക്കുകയും നിരവധി പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തെങ്കിലും ആ വിജയമൊന്നും ആഘോഷിക്കാൻ ഇസ്രായേൽ അവരെ അനുവദിച്ചില്ല. കഷ്ടകാലത്തിന്റെ ചോരത്തിളപ്പിൽ കടുത്ത അവിവേകം കാട്ടാൻ ഒക്ടോബർ 7 തുനിഞ്ഞിറങ്ങിയ ഹമാസിന്റെ നീക്കങ്ങൾ സ്വന്തം ശവപേടകത്തിലേക്കുള്ള ആണിയടിക്കലായി പോയെന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഇസ്രയേലിന്റെ തിരിച്ചടി. തീർക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളെ ഒളിച്ചോടാൻ ഹമാസിനും അവരുടെ നേതാക്കന്മാർക്കൊന്നും കഴിഞ്ഞില്ല. കിടന്ന കിടപ്പിൽ ഇസ്മായിൽ ഹനിയെയും ഇരുന്ന ഇരിപ്പിൽ യഹ്യ സിൻവാറിനെയും ഒക്കെ തീർത്ത് ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും പര്യവിശേഷിക്കുന്നത് കേരളത്തിലെ ചിലരുമായി ബന്ധമുള്ള ഗാലിദ് മാർഷൽ അടക്കമുള്ള ഏതാനും പേർ മാത്രമാണ്. പാലസ്തീനിലെ ഇസ്ലാമിക യുവാക്കളെ തിരഞ്ഞുപിടിച്ച് റാഡിക്കലൈസ് ചെയ്ത് അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ കൊടുത്ത് നിരപരാധികൾക്ക് നേരെ കാഞ്ചി വലിക്കാൻ പഠിപ്പിച്ച് രംഗത്തിറക്കുമ്പോൾ ഈ തീവ്രവാദി നേതാക്കന്മാരാരും പാലസ്തീനിലോ പരിസരത്തോ ഉണ്ടായിരുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രമായ ഖത്തറായിരുന്നു അവരുടെ തട്ടകം. ആ രാജ്യത്തിന്റെ സുരക്ഷയിൽ അതിന്റെ തലസ്ഥാന നഗരമായ ദോഹയിൽ സകുടുംബം സുഖമായി വാഴുകയായിരുന്നു അവരെല്ലാം. ഖത്തറിൽ നിന്ന് നേരെ നിയുക്ത പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാന്റെ സ്ഥാനാരോഹണത്തിന് ഇറാനിലെത്തിയപ്പോഴായിരുന്നു എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും മറികടന്ന് ഹനിയ ചാമ്പലായി പോയത്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായി ദോഹയിൽ നിന്ന് പാലസ്തീനിലെത്തിയ ഹമാസിന്റെ ഭാവി വാഗ്ദാനവുമൊക്കെയായി വാഴ്ത്തപ്പെട്ട സിൻവാറും കൊല്ലപ്പെട്ടു. ഇനിയും ശേഷിക്കുന്ന ഗാലിദ് മാർഷലിനെ പോലെയുള്ള ഹമാസ് നേതാക്കന്മാർ തങ്ങളുടെ നിഴലിനെ പോലും ഭയന്ന് മരണഭീതിയിലായിരുന്നുവെങ്കിലും ഖത്തറിന്റെ സുരക്ഷയിലാണല്ലോ തങ്ങളെന്ന ആശ്വാസത്തോടെ അവിടെ കഴിയുമ്പോഴാണ് അവരുടെ സകല പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ആഗോള തീവ്രവാദികളുടെ ആജന്മ ശത്രുവായ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ജയിച്ചു കയറുന്നത്. ട്രംപിന്റെ നീക്കങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണകളുള്ള ലോക രാഷ്ട്രങ്ങൾ അവരുടെ നീക്കങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധരായി മുൻപോട്ട് വന്നത് ട്രംപിന്റെ വിജയവാർത്ത പുറത്തു വന്ന് 72 മണിക്കൂർ തികയുന്നതിന് മുൻപായിരുന്നു. ഖത്തറാകട്ടെ തങ്ങളുടെ തണലിൽ കഴിഞ്ഞുകൂടിയ ഹമാസിന്റെ നേതാക്കന്മാരെയെല്ലാം ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ട്രംപ് കോപത്തിന്റെ താപങ്ങൾ തങ്ങളുടെ തലയിൽ വന്ന് പതിക്കാതെ രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്തത്. അങ്ങനെ ഹമാസ് നേതാക്കളെല്ലാം ഇനി എങ്ങോട്ട് പോകുമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഏഷ്യയിലും യൂറോപ്പിലുമായി ഭാഗികമായി പരന്നുകിടന്ന് ഒരു വ്യാഴവട്ടക്കാലമായി ഈ ഭൂഖണ്ഡങ്ങളിലെ സകല ഇസ്ലാമിക തീവ്രവാദത്തിനും അധിനിവേശത്തിനും പിടിച്ചടക്കലിനുമൊക്കെ
ചുക്കാൻ പിടിക്കുന്ന തുർക്കി ഹമാസ് ബാന്ധവത്തിന് കൈകൾ നീട്ടിക്കൊണ്ട് മാസ് കാണിക്കാൻ രംഗത്തിറങ്ങിയത്. ഒരുപാട് പരാക്രമങ്ങൾക്ക് മധ്യവർത്തികളായി നിന്ന് ഇസ്ലാമിക തീവ്രവാദത്തിന് പാലൂട്ടിക്കൊണ്ടിരുന്ന തുർക്കികളുടെ ചരിത്രം ഏറെ കുപ്രസിദ്ധം തന്നെയാണ്. മുസ്ലിം ബ്രദർഹുഡ് എന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ മാതൃ സംഘടനയെന്ന് പോലും വിളിക്കാവുന്ന ഭീകര സംഘടനയെ എല്ലാ കാലത്തും ശക്തമായി പിന്തുണച്ചതാണ് തുർക്കികളുടെ നിലപാടുകൾ. യൂറോപ്പിലേക്ക് ആസൂത്രിതമായി കുടിയേറ്റക്കാരെ അയക്കുവാൻ തുർക്കിക്ക് പ്രത്യേക താല്പര്യമുണ്ടോ എന്ന സന്ദേഹവും ഉറപ്പിക്കുന്ന നീക്കങ്ങൾ തുർക്കി കൈക്കൊണ്ടിട്ടുണ്ട്. യൂറോപ്പിലെ ഒട്ടുമിക്ക ക്രൈസ്തവ രാഷ്ട്രങ്ങൾക്കും അസ്വസ്ഥതയുളവാക്കുന്ന തരത്തിൽ കുടിയേറ്റക്കാരെ ഇറക്കി അവർക്ക് വേണ്ട എല്ലാത്തരം പിന്തുണകളും നൽകിക്കൊണ്ട് കീഴടക്കൽ തന്ത്രങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ രാജ്യമാണ് തുർക്കി. ഇവരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആഗോള കത്തോലിക്ക സമൂഹത്തിന്റെ അഭിമാന പൈതൃകമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ സെയിന്റ് സോഫിയ കത്തീഡ്രൽ എന്ന ഹാഗിയ സോഫിയ ദേവാലയത്തെ ബലാത്കാരമായി പിടിച്ചെടുത്ത് മോസ്കാക്കി മാറ്റിക്കൊണ്ട് ഇസ്ലാമിക അധിനിവേശത്തിന്റെ ക്രൂരതകളാണ് ഏത് മനുഷ്യരുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്നത്. അലക്സാണ്ട്രിയയും അന്ത്യോക്യയും ഒക്കെ പോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കുടിയേറ്റക്കാരായി എത്തിയ ഒട്ടോമൻ തുർക്കികൾ ക്രമേണ ബലാത്കാരമായി അതിനെ പിടിച്ചെടുത്താണ് ഇസ്താംബുൾ എന്ന പേരിൽ അവരുടെ താവളമാക്കി മാറ്റിയത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒട്ടോമൻ തുർക്കികളുടെ തനത് മത തീവ്രവാദങ്ങളൊന്നും ഇല്ലാതിരുന്ന അത്താതുർക്ക് മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ പരിഷ്കാരങ്ങളിലേക്കും വികസനത്തിലേക്കും വരുന്നതിനിടയ്ക്കാണ് അതിതീവ്ര ഇസ്ലാമിക ആശയങ്ങളുമായി വന്ന തയ്യിപ് എർദോഗൻ തുർക്കി സാമ്രാജ്യത്തെ പൂർണ്ണമായി റാഡിക്കലൈസ് ചെയ്ത് ഇസ്ലാമിക ഖാലിഫേറ്റിന്റെ കീഴിലേക്ക് അമർത്തിയത്. ഇതുപോലെ തന്നെയാണ് പഹ്ലവികളുടെ ഭരണത്തിൽ പരിഷ്കാരത്തിലേക്കും വികസനത്തിലേക്കും കടന്നുവന്ന ഇറാനെ ഖമേനികൾ മത തീവ്രവാദത്തിൽ തളച്ചിട്ടത്. ഏതായാലും അതിതീവ്ര ഇസ്ലാമിക നയങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് മുൻപോട്ട് പോയ എർദോഗന്റെ നീക്കങ്ങൾക്ക് ചെറിയൊരു വ്യതിയാനം ഉണ്ടാക്കിയത് 2022 തുർക്കിയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പമായിരുന്നു. ഇസ്രയേലും ഇന്ത്യ അടക്കമുള്ള ലോക രാഷ്ട്രങ്ങളുടെയെല്ലാം ഉദാരമായ കൈത്താങ്ങലുകളോടെയാണ് തുർക്കി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടിരുന്നത്. അത്ര വലിയ സമ്പന്ന രാഷ്ട്രമൊന്നും അല്ലാതിരുന്നിട്ടും ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നമ്മുടെ പിണറായി സർക്കാർ പോലും ചിലരെ പ്രീണിപ്പിക്കാനായി 10 കോടി രൂപയുടെ വാഗ്ദാനമാണ് നൽകിയിരുന്നത്. ഭൂകമ്പ നഷ്ടങ്ങൾ മറികടന്നുവെങ്കിലും അതിതീവ്ര ഇസ്ലാമിക നയങ്ങളിൽ തെല്ലും മാറ്റം വരുത്താതെ തന്നെ തുർക്കി മുൻപോട്ടു പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിരുന്നു എർദോഗിന്റെ പല പ്രസ്താവനകളും. തുർക്കിയുടെ മത തീവ്രവാദ നിലപാടുകൾക്ക് ആക്കം കൂട്ടുന്നതിനൊപ്പം അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള രാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കുന്ന തരം നീക്കങ്ങളാണ് ഹമാസിന് കൈ കൊടുത്തുകൊണ്ട് ഇപ്പോൾ തുർക്കി കാണിച്ചിരിക്കുന്നത്. ഏതായാലും ഹമാസ് തീവ്രവാദികളെ അതിഥികളായി സ്വീകരിച്ചിരിക്കുന്ന തുർക്കികളുടെ നിലപാടിനെതിരെ ശക്തമായ താക്കീതുമായി അമേരിക്ക തന്നെ ആദ്യം രംഗത്ത് വന്നിരിക്കുകയാണ്. തുർക്കിയിൽ എന്നല്ല ലോകത്തൊരിടത്തും ഒരു ദുഷിച്ച തീവ്രവാദ സംഘടനയുടെ നേതാക്കൾ സുഖമായി ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അതിൽ ഞങ്ങളുടെ പ്രധാന സഖ്യകക്ഷികളുടെയും പങ്കാളികളുടെയും ഒരു പ്രധാന നഗരം ഉൾപ്പെടുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മില്ലർ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ഹമാസുമായി പതിവ് പോലെ ഇനി ബിസിനസ് നടത്താൻ കഴിയില്ലെന്ന് തുർക്കി സർക്കാരിനോട് വാഷിംഗ്ടൺ വ്യക്തമാക്കുമെന്നും ഈ വിഷയത്തിൽ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചില്ലെങ്കിലും വാദഗതികൾക്കില്ലെന്നും ചില ഹമാസ് നേതാക്കൾ US-ന്റെ പ്രതിപട്ടികയിൽ ഉള്ളവരാണെന്നും അവരെ അമേരിക്കയ്ക്ക് കൈമാറുകയാണ് വേണ്ടതെന്നും മില്ലർ വ്യക്തമാക്കിയിരിക്കുകയാണ്.
2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിനും ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഹമാസ് ഒരു വിമോചന ഗ്രൂപ്പാണെന്നും അവർ തങ്ങളുടെ ദേശങ്ങളെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുന്നുവെന്ന പ്രശംസയാണ് തുർക്കി പ്രസിഡന്റ് എർദോഗൻ നൽകിയത്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം നടന്ന 2024 ഓഗസ്റ്റ് 2 തുർക്കി ദേശീയ ദുഃഖാചരണമായി തങ്ങളുടെ പതാകകൾ പകുതി താഴ്ത്തിക്കൊണ്ടാണ് ആചരിച്ചത്. ഏതായാലും ഇന്ന് കാണുന്ന തുർക്കികളുടെ ചരിത്രം മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും ക്രൈസ്തവ സമൂഹത്തിന്റെ ചോരയിൽ ചവിട്ടി മെതിച്ച് പടർന്ന് പന്തലിച്ച ചരിത്രമാണ്. ഇവരുടെ അധിനിവേശത്തിൽപ്പെട്ട് ഇല്ലാതായത് ലക്ഷക്കണക്കിന് ക്രൈസ്തവരായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൂറോപ്യൻ രാജ്യമായ അർമേനിയയിൽ തുർക്കികൾ നടത്തിയ ക്രൈസ്തവ കൂട്ടക്കുരുതി. എന്നാൽ ഇപ്പോഴും ക്രൈസ്തവ സമൂഹത്തോടുള്ള അവരുടെ മനോഭാവത്തിന് വലിയ മാറ്റങ്ങൾ ഉളവായിട്ടില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അസർബൈജാൻ ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണച്ച് അർമേനിയയിലേക്കും നഗർനോ കരാബാക്ക് എന്നീ ക്രൈസ്തവ പ്രവിശ്യകളിലേക്കും അവർ പീഡനം വ്യാപിപ്പിക്കുകയാണ്. ഏതായാലും ഹമാസ് ബാന്ധവത്തോടെ അമേരിക്കയും ഇസ്രയേലും ഒറ്റയടിക്ക് തുർക്കിക്ക് പ്രതിയോഗികളായി തീർന്നിരിക്കുമ്പോൾ അവർക്ക് എന്തു ഭവിക്കുമെന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഹമാസ് തങ്ങളുടെ രാഷ്ട്രീയ ഓഫീസ് തുർക്കിയിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾ തുർക്കിയിലെ നയതന്ത്ര വൃത്തങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങൾ ഇടയ്ക്കിടെ തുർക്കി സന്ദർശിക്കുന്നുണ്ട് എന്നതിനപ്പുറത്ത് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ തുർക്കിയിലേക്ക് മാറ്റിയതായി സൂചിപ്പിക്കുന്ന അവകാശവാദങ്ങളിൽ സത്യമൊന്നുമില്ലെന്ന് ആണയിട്ടുകൊണ്ട് തുർക്കികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഹമാസിന് കൈകൊടുത്ത് മാസ് കാണിക്കാനുള്ള നീക്കമാണ് തുർക്കികൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നതെങ്കിൽ അത് അവരുടെ നിലനിൽപ്പിന്റെ കടക്കിലുള്ള അവരുടെ തന്നെ വെട്ടായി മാറുമെന്ന കാര്യം തീർച്ചയാണ്.